Hello friends, we will how to get your first credit card easily. We will easily credit card methods different criteria video chance video full different types different method full channel subscribe bell icon press notification Instagram and Facebook description channel Amazon check comment reply description Instagram and Facebook link check out follow contact video അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടൈം ഇപ്പോഴത്തെ ടൈം ക്രെഡിറ്റ് കാർഡ് ഭയങ്കരമായിട്ട് ബൂം ഇത് നടക്കുന്ന ഒരു ടൈമാണ് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ RBIൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ എന്താ പറയുക നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുക ക്രെഡിറ്റ് കാർഡിൻ്റെ മാർക്കറ്റുകൾ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൈവറ്റ് ബാങ്ക്സും അതുപോലെ തന്നെ പബ്ലിക് ബാങ്ക്സും എല്ലാം ക്രെഡിറ്റ് കാർഡ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ പണ്ടത്തെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. പണ്ടത്തൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പണ്ടൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ, പ്രത്യേകിച്ച് ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ക്രൈറ്റീരിയ വേണ്ടത് നിങ്ങൾക്ക് സിബിൽ സ്കോർ നല്ലോണം വേണം. അതായത് നിങ്ങൾക്ക് മിനിമം 750 എബോവ് സിബിൽ സ്കോർ വേണം. പിന്നെ ഒന്നെങ്കിൽ സാലറീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി ബാങ്ക് നമ്മുടെ സെൽഫ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റേബിൾ ഇൻകം ഉള്ളവർക്കാണ് കൊടുക്കുക. അപ്പോൾ നോർമലി ഇപ്പോൾ സ്റ്റുഡൻസിനും കാര്യങ്ങൾക്കൊന്നും ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. അത് കിട്ടാനുള്ള കുറച്ച് വേറെ വഴികളുണ്ട്, നമുക്ക് ലാസ്റ്റായിട്ട് പറയാം. നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതാണ് അവരുടെ ബാങ്കിനെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ സൈഡ് സേഫ് ആക്കിയിട്ടാണ് അവർ കൊടുക്കുക. എന്ന് വെച്ചാൽ നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേബിൾ ഇൻകം മന്ത്ലി ഉള്ളവർക്കാണ് കൊടുക്കുക. പിന്നെ അതിൻ്റെ ലിമിറ്റ് തീരുമാനിക്കുന്നത് മോസ്റ്റ്ലി നമ്മുടെ മന്ത്ലി സാലറിയുടെ ഡബിളോ അങ്ങനെയൊക്കെ ആയിരിക്കും, ട്രിപ്പിളോ അങ്ങനെ ആയിരിക്കും ലിമിറ്റ് തീരുമാനിക്കുക. അപ്പോൾ അതാണ് നോർമൽ ക്രൈറ്റീരിയ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് 21 to 60-65 ഒക്കെയാണ്. അത് ടൈപ്സ് അനുസരിച്ച് മാറുന്നുണ്ട്. അതുപോലെ തന്നെ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് വരുന്നത് സിബിൽ റിപ്പോർട്ടാണ്. സിബിൽ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മുമ്പ് ലോൺ എടുത്തിട്ട് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് സൈൻ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് പിന്നെ കിട്ടാൻ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മിസ് EMI വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പിന്നെ കിട്ടാൻ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് പിന്നെ ലോൺ എടുത്തിട്ട് പതുക്കെ അടച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളത് ഫുള്ള് കറക്റ്റ് ടൈമിൽ തന്നെ അടയ്ക്കാൻ നോക്കുക. ഡ്യൂ ഡേറ്റ് മുമ്പ് തന്നെ അടയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ ബൗൺസ് ആവാണ്ടിരിക്കാൻ നോക്കുക. EMI ഒക്കെ ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബജാജ് EMI കാർഡിൻ്റെ ഒക്കെ EMI ബൗൺസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നോർമലി NBFC ഒക്കെ സിബിൽ റിപ്പോർട്ട് നല്ലോണം ഡാമേജ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ നമുക്ക് എന്താ പറയുക ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള മെയിൻ ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ അതിന് കുറേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അതായത് FD ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത് നമുക്കിപ്പോൾ നോർമലി ഒരു രക്ഷ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് സിബിൽ റിപ്പോർട്ടും ഇല്ല, പിന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എന്താ ചെറിയ സാലറി ആയിട്ട് പറയാനുള്ള സാലറിയും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്ക് പറ്റിയത് എന്ന് പറഞ്ഞാൽ FD ക്രെഡിറ്റ് കാർഡാണ്. അതായത് നിങ്ങളൊരു മിനിമം പക്ഷേ ഒരു മിനിമം 50,000 എങ്കിലും നമ്മൾ FD ഇടണം കേട്ടോ. എന്നാലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വേറെ ഒരു അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എടുക്കുക, അല്ലാതെ ഒരു സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ FD അതിന് ബേസിൽ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താ നമുക്ക് FD ഇട്ടതിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ആ എമൗണ്ട് ചിലവാകൊണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് നമ്മുടെ കാർഡിൽ കിട്ടും. അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാർഡ് ടു കാർഡ് ബേസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നോർമൽ നമ്മുടെ അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ്. പക്ഷേ അതിനൊരു ക്രൈറ്റീരിയ വരുന്നത് നിങ്ങൾ മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ചില മോസ്റ്റ്ലി ബാങ്കുകളൊക്കെ ചോദിക്കും 1 ഇയർ നിങ്ങൾ അൺസെക്യൂർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ മിനിമം ലിമിറ്റ് വരുന്നത് 40 to 50 മിനിമം നമ്മുടെ ഓൾറെഡി ഉള്ള FD ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് വേണം. എന്നാലും അത് അവർ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ അവർ അപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് കളയും. പിന്നെ എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് എല്ലാം പേയ്മെൻറ്റൊക്കെ ശമ്പളമൊക്കെ കറക്റ്റായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് പിന്നെ മിനിമം നമ്മുടെ സിബിൽ സ്കോർ 750 ആയിരിക്കണം. അങ്ങനെയുള്ള ടൈമിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ FD കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അൺസെക്യൂർ ക്രെഡിറ്റ് കാർഡ് നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുള്ള ചാൻസ് കിട്ടാനും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും നിങ്ങളുടെ FD ക്രെഡിറ്റ് കാർഡിൽ എത്രയും ലിമിറ്റ് കൂടുതലുണ്ടോ അത്രയും നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ 75,000 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും. അതായത്
നോർമലി FD ക്രെഡിറ്റ് കാർഡിൻ്റെ FD ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ല കാർഡ് ടു കാർഡ് ബേസിസ് അവർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ 1 ലക്ഷത്തിൻ്റെ ലിമിറ്റുള്ള കാർഡ് വെച്ചിട്ടാണ് നമ്മൾ കാർഡ് ടു കാർഡ് ബേസിസ് ചെയ്യണമെങ്കിൽ അവർ നോർമലി നമുക്ക് തരിക ചിലപ്പോൾ 75,000 ആയിരിക്കും പുതിയ ലിമിറ്റ് തരിക പുതിയ ക്രെഡിറ്റ് കാർഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു 25% ഒക്കെ കുറച്ചിട്ടായിരിക്കും തരിക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും ലിമിറ്റ് ഉണ്ടോ FD ക്രെഡിറ്റ് കാർഡിൽ അത്രയും നിങ്ങൾക്ക് അപ്രൂവൽ ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഉള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് കുറച്ചും കൂടി ഈസി മെത്തേഡ്, പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി വർക്കൗട്ട് ആവുന്നത് ശരിക്കും പ്രൈവറ്റ് ബാങ്കിൽ മാത്രമാണ്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ യെസ് ബാങ്ക്, അങ്ങനെ കുറേ ബാങ്കുകളുണ്ടല്ലോ പ്രൈവറ്റ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അതിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്കൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങരുത് കേട്ടോ. 0 ബാലൻസ് അക്കൗണ്ടിന് എന്താ വെച്ചാൽ പ്രീ അപ്രൂവൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 1% 5% താഴെ ആയിരിക്കും, അത്രയും എന്താ പറയുക ഇത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പ്രീമിയം സേവിങ്സ് അക്കൗണ്ടോ എടുത്തിട്ട് കറക്റ്റായിട്ട് അത്യാവശ്യം ഒരു 6 മന്തിൻ്റെ അബോവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു 6 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ലിമിറ്റ് ചിലപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി കുറവായിരിക്കും, പക്ഷേ പിന്നെ അത് കൂടിക്കോളും. നിങ്ങളുടെ ഫസ്റ്റ് കാർഡാണല്ലോ, അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മിനിമം ഒരു 35 ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യം ആക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ അത്യാവശ്യം ക്രെഡിറ്റും വേണം ഡെബിറ്റും വേണം. ഡെബിറ്റ് ഭയങ്കര ഓവർ ആവാനും പാടില്ല. അപ്പോൾ നിങ്ങളെ അക്കൗണ്ടിൽ അത്യാവശ്യം ലിമിറ്റ് എന്താ വെച്ചാൽ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം റിക്വയർമെൻറ്റ് ലിമിറ്റ് ഉണ്ടല്ലോ നമ്മുടെ മന്ത്ലി, അതിൻ്റെ മുകളിൽ അത്യാവശ്യം അതിൻ്റെ മുകളിലെങ്കിലും നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്രൂവൽ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഈസി മെത്തേഡ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി ഇത് വലിയ മാറ്റർ ആവില്ല. പക്ഷേ ഇപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പുതിയ ഇങ്ങനത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾ ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബേസിക് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവലായിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പിന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡുകൾ അത് എടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആമസോൺ പേ CC കാർഡൊക്കെ ആണെങ്കിൽ ശരിക്കും ആക്ച്വലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. പുറത്തിന് അത്യാവശ്യം നല്ല ലിമിറ്റ് അവർ കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അപ്രൂവൽ റേറ്റ് ഭയങ്കര കൂടുതലുള്ള ഒരു കാർഡാണ് നമ്മുടെ ആമസോൺ പേ CC കാർഡ്. ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്രൂവൽ റേറ്റ് ഏറ്റവും കുറവുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളായിരിക്കും നിങ്ങൾക്ക് ബേസിക് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡായിരിക്കും നിങ്ങൾ ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ആക്ച്വലി കുറച്ചുകൂടി അപ്രൂവൽ റേറ്റ് കിട്ടാനുള്ള ചാൻസ് അതിനായിരിക്കും കൂടുതൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പ്രീമിയം കാർഡൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്രൂവ് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാനും മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പോയിന്റ്സ് നമ്മുടെ എന്താ പറയുക നിങ്ങൾക്ക് ഈ ആദ്യമായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഇപ്പോൾ ഈസിലി കിട്ടാനുള്ള കുറച്ച് പോയിന്റ്സുകൾ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എല്ലാവർക്കും കിട്ടേണ്ടതാണ്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 95%, 97%, 98% വരെ ഈ ആക്ച്വലി ഈ മെത്തേഡ് വെച്ചിട്ട് കിട്ടാറുണ്ട്. പിന്നെ സിവിൽ സ്കോറൊക്കെ ഭയങ്കര ഡാമേജ് ആയവർക്കൊക്കെയാണ് ശരി ആക്ച്വലി ഈ മെത്തേഡ് ഉപയോഗിച്ച് കിട്ടാണ്ടിരിക്കുക. പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് ആക്ച്വലി കിട്ടാൻ ഭയങ്കര പാടുണ്ട്. പിന്നെ സിബിൽ നന്നാക്കിയിട്ട് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ സിബിൽ ഒരു വർഷം ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ കയറ്റി വരാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ മാസത്തിൽ ചിലപ്പോൾ 5 പോയിന്റ് 10 പോയിൻ്റൊക്കെ ആയിരിക്കും കയറി വരിക. അപ്പോൾ നിങ്ങൾക്കൊരു 600 ഒക്കെ ആയിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര മാസം വേണമെന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. സിബിൽ റിപ്പോർട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു ഉണ്ടാവില്ല. ബൈ.